വളരെ തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ പഠിക്കുക മാത്രമല്ല അതിനോടൊപ്പം തന്നെ നമ്മളെ എന്താ പറയാ അടിച്ചമർത്തും. നമ്മൾ എന്തിനെങ്കിലും എതിരെ പ്രതികരിച്ചാൽ തന്നെ നമ്മളെ സീനിയേഴ്സിനെ യൂസ് ചെയ്തിട്ട് അടിച്ചമർത്തും. സീനിയേഴ്സ് തന്നെ നമ്മളെ എന്താ പറയാ റാഗിങ്ങിനെക്കാട്ടും ക്രൂരമായ രീതിയിലാണ് പെരുമാറുക നമ്മുടെ അടുത്തൊക്കെ. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ സാറിന്റെ അടുത്ത് പോയി പറയും. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മളെ ക്യാമ്പിൽ കയറ്റിയിട്ട് ചീത്ത പറയും. അങ്ങനെയുള്ള രീതിയിലുള്ള. പിന്നെ റിസപ്ഷൻ ഡ്യൂട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് ദിവസം 2 ഗേൾസിനെ പറഞ്ഞയക്കും. രാവിലെ 8 മണി തൊട്ട് 9 മണി വരെ റിസപ്ഷൻ ഡ്യൂട്ടിക്ക് പോകണം. പോയാൽ മാത്രം പോരാ, വെള്ളം കൊണ്ടുപോകണം, സാറിനുള്ള വെള്ളം, പത്രം ഇതൊക്കെ കൊണ്ടുപോകണം. പിന്നെ നമ്മളവിടെ ചെന്ന് അയാളെ കസേര ടേബിളൊക്കെ ക്ലീൻ ചെയ്യണം. അങ്ങനെ ചെയ്യണം. പിന്നെ അയാൾ പറയുന്നൊക്കെ നിന്ന് കേട്ടു കൊടുക്കണം. ചെയർമാന്റെ ക്യാബിനിൽ പോയിട്ട് പറയുന്ന മൊത്തം നമ്മൾ കേൾക്കണം. പിന്നെ വരുന്ന റിസപ്ഷൻ ഡ്യൂട്ടിക്ക് 9 മണിക്ക് അവിടുത്തെ റിസപ്ഷനിലെ അവിടുത്തെ സ്ത്രീ വരുന്നവരെ ഉള്ള ഡ്യൂട്ടീസ് ഒക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ഫുഡ് കൊണ്ട് കൊടുക്കണം. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ചില സമയം ഗേൾസിന്റെ അടുത്ത് കൊടുത്തേക്കും. ഫുഡ് കൊണ്ട് കൊടുത്ത് ഇതുപോലെ കഴിഞ്ഞൊരു ദിവസം 3rd ഇയറിൽ പഠിക്കുന്ന ഒരു ചേച്ചി ഫുഡ് കൊണ്ട് കൊടുത്തപ്പോ സാമ്പാറിൽ ഉപ്പില്ലാന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിനെ മേത്ത് വലിച്ചെറിയാണ് ചെയ്തത്. എന്നിട്ട് ചേച്ചിനോട് പോയി ക്ലീൻ ചെയ്തിട്ട് വരാനല്ല, സ്വന്തം ടേബിൾ ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത് ചേച്ചീന്റെ അടുത്ത്. ഞങ്ങൾക്ക് 6 മണി തൊട്ട് 11 മണി വരെയാണ് വൈകിട്ട് അവിടെ സ്റ്റഡി ടൈം എന്ന് പറയുന്നത്. അപ്പൊ 6 മണി തൊട്ട് 11 മണിയുള്ള ടൈമിൽ 6 മണിക്ക് ബെല്ലടിക്കുമ്പോൾ എല്ലാവരും ബുക്ക് എടുത്ത് സ്റ്റഡി ഹാളിൽ പോയിരിക്കും. അപ്പൊ ഒരു 7 മണിയൊക്കെ ആവുമ്പോൾ ചെയർമാൻ വരും, ഹോസ്റ്റലിലേക്ക് വരും. പണ്ട് നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയും. പിന്നെ പണ്ടത്തെ ഇവിടെ പല സമരങ്ങളും ഉണ്ടായിട്ടുണ്ട്, പ്രതികരിച്ചവരൊക്കെ ഞാൻ ഇതാക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ എനിക്ക് എന്താ പറയുക, എന്റെ മേലെ ആരും ജയിച്ചിട്ടില്ല, നിങ്ങൾ വിചാരിച്ചിട്ടും കാര്യമില്ല, അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കും. പിന്നെ ഒരിക്കലുണ്ടായ സംഭവം എന്താ വെച്ചാൽ, ഒരു കുട്ടി ഒരു റൈറ്റിംഗ് ടീഷർട്ട് ഇട്ട് വന്നപ്പോ അത് വായിക്കുകയും യു മേക്ക് മീ സ്മൈൽ എന്നായിരുന്നു അതിന്റെ അത് ഉണ്ടായിരുന്നത്. അയാൾ നോക്കി വായിച്ച യു മെയ്ഡ് മീ എന്നാ. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിനക്ക്, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് കുറെ ചീത്ത പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇപ്പൊ റൈറ്റിംഗ്സ് ഉള്ള ടീഷർട്ട് ഹോസ്റ്റലിൽ ബാൻ ചെയ്തിരിക്കുക, ഇടരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാൻ ചെയ്ത് ഇരിക്കുക. വല്ലാത്തൊരു രീതിയിലുള്ള സംസാരം. ഓഡിറ്റോറിയത്തിൽ നിന്നൊക്കെ ഞങ്ങളടുത്ത് ഇങ്ങനെ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ബോംബെക്ക് വയ്ക്കോ, ഗേൾസിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പറ്റിയ പണി അവിടെ വേറെ ഉണ്ട്, അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് സംസാരിക്കാറ്. ലീവിന് വീട്ടിൽ പോകേണ്ട കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ വീട്ടിൽ പോകുന്നത് നിങ്ങളെ കാമുകിമാരെ കാണാനല്ലേ, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കാറ്. ലീവിന് വന്ന ദിവസം തൊട്ട് കുറെ ദിവസമായിട്ട് ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കുന്നത്. 2-ാം തീയതിയാണ് ചെല്ലേണ്ടത്. ലീവ് കഴിഞ്ഞ് 2-ാം തീയതി നിങ്ങൾക്ക് 6-ാം തീയതി എക്സാം തുടങ്ങുന്നുണ്ട്, 2-ാം തീയതി നിങ്ങൾ വരണമെന്നുണ്ട്. അന്ന് 2-ാം തീയതി ചെല്ലുമ്പോൾ ഫീസ് കൊണ്ടുപോകണം, ഫീസ് അടയ്ക്കാനുണ്ട്, അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല. 2-ാം തീയതി വൈകുന്നേരം ചെന്ന് നേരെ ഹോസ്റ്റലിലേക്ക് എന്നപ്പോൾ അവിടെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞുണ്ട്, കീർത്തി എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു, നിങ്ങൾ കോളേജ് കയറിയിട്ടാണോ വന്നേന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളോട് ഹോസ്റ്റലിലേക്ക് വരാൻ കോളേജ് കയറിയിട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഞങ്ങളോട് കോളേജ് കയറിയിട്ട് വരണം. അപ്പൊ ഞങ്ങൾ ബാഗെല്ലാം പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ കോളേജിലേക്ക് പറഞ്ഞു. കോളേജിൽ ചെന്നപ്പോൾ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു 10,000 രൂപ അടയ്ക്കാനുണ്ട്, ഈ കുട്ടി 30,000 അടയ്ക്കാനുണ്ട്, ഇത് അടയ്ക്കാത്ത വരുന്നു ഹോസ്റ്റലിൽ കയറ്റണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോസ്റ്റലിൽ ചെന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു 5-ാം തീയതി അടച്ചോളാം, 6-ാം തീയതി എക്സാം, 5-ാം തീയതി ഞങ്ങൾ ഫീസ് അടച്ചോളാം. പറ്റില്ല, ഇപ്പൊ തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു. അടയ്ക്കാത്തവരൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടിട്ടുണ്ട്, നിങ്ങളും പൊക്കോന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ഹോസ്റ്റലിൽ പോയി ബാഗ് എടുത്ത് 5:30-6 മണിയോടെയാണ് അവിടെ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. യൂണിവേഴ്സിറ്റി ഫീസൊക്കെ ഞങ്ങൾ ആദ്യം അടച്ചതാണ്. ഒരു 10,000 വട്ടം ചോദിച്ചാണ് അവരടുത്ത്, വേറെ ഫീസ് ഉണ്ടോ ഇനി അടയ്ക്കാൻ. ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി 1 ഇയർ നിങ്ങൾക്ക് വേറെ ഫീസ് ഒന്നും ഇല്ല എന്നാണ് ഞങ്ങളുടെ അടുത്ത് ഇതുവരെയും പറഞ്ഞത്. ആത്മഹത്യ ശ്രമിച്ച ആ കുട്ടി ഒരു ദിവസം വീട്ടിൽ പോയിട്ട്, ആ കുട്ടീനെ ഒരു 2-3 ദിവസമായിട്ട് വല്ലാണ്ടിട്ട് ഹറാസ് ചെയ്യായിരുന്നു. ക്യാബിനിൽ വിളിച്ചിങ്ങനെ ചീത്ത പറയുകയും, അതിനെ തുടർന്ന് പിന്നെ കുട്ടി വീട്ടിൽ പോയിട്ട് ഒരു ദിവസം, വീട്ടിൽ പോയി തിരിച്ചു വന്ന ദിവസം കുട്ടി ഫിനോൾ എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സൊക്കെ വേഗം, ഒരു കുട്ടി കണ്ടു കഴിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സൊക്കെ വേഗം ഓടി വന്നു. എന്നിട്ട് ആ കുട്ടീനെ വിളിച്ചോണ്ടായിട്ട് സാറ് പറഞ്ഞു, ഇതൊന്നും വലിയ എഫക്റ്റീവ് ഒന്നും ആവാൻ പോകുന്നില്ല, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആ കുട്ടീനെ വൈകുന്നേരം വരെ അവിടെ പിടിച്ചു നിർത്തി. പിന്നെ ആ കുട്ടീന്റെ പാരന്റ്സ് ഒക്കെ വന്ന് ആ കുട്ടി വൈകുന്നേരം വരെ ആ ക്യാബിന്റെ ഉള്ളിലിട്ട് ആ കുട്ടീനെ വളരെ മോശമായ രീതിയിൽ പറയായിരുന്നു. പിന്നെ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഒന്നും ആവില്ല, ആ കുട്ടി വെറുതെ ആക്കിയതാണ്, ആ കുട്ടിക്ക് ഇവിടുത്തെ പ്രോബ്ലം ഒന്നും അല്ല, വേറെ പ്രോബ്ലം ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുണ്ട്. ആ കുട്ടീനെ പിന്നെ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു പറഞ്ഞേക്കാ ചെയ്തത്. വിവരങ്ങളുമായി കമലും ശ്രീധരനും ചേരുന്നു. കമൽ, ഈ രാത്രിയിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഈ ചെയർമാൻ സന്ദർശനം നടത്തുന്നു, ഏറ്റവും ഹീനമായ ഹറാസ്മെന്റ് ഉണ്ടാകുന്നു തുടങ്ങിയ ആരോപണങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിയിക്കുന്നുണ്ട്. അവിടെ പഠിച്ച വിദ്യാർത്ഥിയുടെ ഈ വാക്കുകളല്ലേ? അശ്മിത്, തീർച്ചയായും ചെയർമാൻ വളരെ മോശമായാണ് തങ്ങളോട് പെരുമാറുന്നതെന്ന് വിദ്യാർത്ഥിനികൾ തന്നെ വെളിപ്പെടുത്തുകയാണ്. വയനാട്ടിൽ നിന്നുള്ള 3 വിദ്യാർത്ഥിനികളെയാണ് കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ നിന്ന് ഇല്ലാത്ത ഫീസിന്റെ പേരിൽ ഇറക്കിവിട്ടത് ജനുവരി 2-ന്. അതിലൊരു കുട്ടിയുമായി ആണ് നമ്മൾ സംസാരിച്ചത്. അവർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പലതും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. രാവിലെ ചെയർമാന്റെ ക്യാബിൻ വൃത്തിയാക്കേണ്ടതും വെള്ളം കൊണ്ടുവയ്ക്കേണ്ടതും ഭക്ഷണം വിളമ്പേണ്ടതും അടക്കം കോളേജിലെ വിദ്യാർത്ഥിനികളാണ്. ഇതിന്റെ പേരിൽ വലിയ പീഡനമാണ്. സാമ്പാറിൽ ഉപ്പ് കുറഞ്ഞു എന്നതിന്റെ പേരിൽ വിദ്യാർത്ഥിനി
വിദ്യാർത്ഥിനിയുടെ ദേഹത്തേക്ക് സാമ്പാർ എടുത്തൊഴിച്ചു. ആ വിദ്യാർത്ഥിനിയോട് ഡ്രസ്സ് വൃത്തിയാക്കാൻ പറയാതെ എന്റെ ടേബിൾ വൃത്തിയാക്കിയിട്ട് പോയാൽ മതി എന്ന് ചെയർമാൻ ആക്രോശിച്ചു തുടങ്ങിയ വിവരങ്ങളാണ് വിദ്യാർത്ഥിനി വെളിപ്പെടുത്തുന്നത്. മുമ്പ് ഒരു വിദ്യാർത്ഥിനി ഇവിടെ ഫിനോൾ എടുത്തു കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യവും വിദ്യാർത്ഥിനി പറയുന്നു. ആ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ പോലും കോളേജ് അധികൃതർ തയ്യാറായില്ല. കുട്ടിയുടെ രക്ഷിതാക്കൾ പിന്നീട് വന്ന് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. വൈകുന്നേരം വരെ ചെയർമാന്റെ ക്യാബിനിൽ നിർത്തി ആ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീട് ആ കുട്ടിക്ക് കോളേജിൽ നിന്ന് പഠനം അവസാനിപ്പിച്ച് പോകേണ്ടി വന്നു. ഈ 1ാം വർഷ വിദ്യാർത്ഥിനികൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ മാത്രം ആ കോളേജിൽ ചേർന്നവരാണ്. ഇതിൽ പലരും മെറിറ്റ് സീറ്റിൽ മാനേജ്മെന്റ് കോളേജ് അൺഎയ്ഡഡ് കോളേജിലുള്ള മെറിറ്റ് സർക്കാരിന്റെ മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് അവിടെ പ്രവേശനം നേടിയവരാണ്. അവരോട് ആദ്യം തന്നെ വളരെ നല്ല രീതിയിലാണ് പെരുമാറിയതെന്ന കുട്ടിയുടെ രക്ഷിതാക്കൾ നമ്മളോട് പറയുന്നു. വളരെ കുട്ടികളെ അങ്ങോട്ട് ആകർഷിക്കുന്ന രീതിയിൽ ലിസ്റ്റിൽ പേര് വന്നത് മുതൽ ഇങ്ങോട്ട് ഫോൺ വിളിച്ച് കോളേജിലേക്ക് മക്കളെ അയക്കണം എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിലായിരുന്നു തുടക്കത്തിൽ പെരുമാറ്റം. എന്നാൽ കുട്ടികൾ ചേർന്ന് കഴിഞ്ഞത് മുതൽ ഇവരുടെ രീതികൾ മാറി തുടങ്ങി. കുട്ടികൾക്ക് കടുത്ത മാനസിക പീഡനമായി. രക്ഷിതാക്കൾ വിളിച്ചാൽ ദിവസവും ഫോൺ വിളിക്കാമെന്ന് ആദ്യം അറിയിച്ചിരുന്നു ഹോസ്റ്റലിലേക്ക്. എന്നാൽ ആഴ്ചയിൽ ഒരിക്കൽ പോലും പലപ്പോഴും പെൺകുട്ടികളെ രക്ഷിതാക്കളുമായി ഫോണിൽ സംസാരിക്കാൻ അനുവദിക്കാറില്ല. വയനാട്ടിൽ നിന്നും മറ്റും രക്ഷിതാക്കൾ പോകുമ്പോൾ മറ്റു രക്ഷിതാക്കൾ ഒരു രക്ഷിതാവ് പോയി 1-2 കുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മറ്റു കുട്ടികളെ അയക്കില്ല. അത്തരത്തിൽ കടുത്ത പീഡനമാണ്. ഈ ജനുവരി 2-ന് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് വെക്കേഷന് ശേഷം കോളേജിലേക്ക് എത്തിയ വിദ്യാർത്ഥിനികൾ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ നിങ്ങൾ കോളേജ് ഓഫീസിൽ പോയിട്ട് ഹോസ്റ്റലിൽ കയറിയാൽ മതി എന്ന വാർഡൻ പറഞ്ഞു. വാർഡൻ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ വാർഡൻ അല്ല, സീനിയർ വിദ്യാർത്ഥിനി തന്നെയാണ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ വാർഡൻ. ഈ കുട്ടി ഇവരോട് പറയുന്നു, നിങ്ങൾ കോളേജ് ഓഫീസിൽ പോയി സംസാരിച്ചിട്ട് കയറിയാൽ മതി, ബാഗുകൾ പുറത്തു വെക്കൂ എന്ന് പറയുന്നു. എന്നിട്ട് ഹോസ്റ്റലിൽ നിന്ന് ഈ വിദ്യാർത്ഥിനികൾ കോളേജിൽ എത്തിയപ്പോൾ നിങ്ങൾ ഒരു കുട്ടി 10,000 മറ്റൊരു കുട്ടി 30,000 രൂപ ഫീസ് അടയ്ക്കാനുണ്ട്, ഇത് അടയ്ക്കാത്തവരൊക്കെ തിരിച്ചുവിടാനാണ് തീരുമാനം, നിങ്ങൾ ഹോസ്റ്റലിൽ കയറണ്ട എന്ന് പറയുന്നു. ഈ കുട്ടികൾ മുൻപ് ചോദിച്ചതാണ് ഇനി എന്തെങ്കിലും ഫീസ് അടയ്ക്കാനുണ്ടോ എന്ന്. എന്നാൽ ഒരു വർഷത്തേക്കുള്ള മുഴുവൻ ഫീസുകൾ അടച്ചു കഴിഞ്ഞതാണ് എന്ന് ഈ വിദ്യാർത്ഥിനികളോട് പറഞ്ഞിരുന്നതാണ്. അതിനുശേഷമാണ് ഈ വിദ്യാർത്ഥിനികൾ മറ്റെന്തോ രീതിയിൽ പരാതി, വീട്ടിൽ പോകാൻ വെക്കേഷന് പോകാൻ അനുവദിക്കണം എന്ന ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് ഈ പീഡനം എന്ന് വിദ്യാർത്ഥിനികൾ പറയുന്നു. ഇത്തരത്തിൽ ഫീസ് അടയ്ക്കാത്തതിനാൽ വൈകിട്ട് ഏതാണ്ട് 6 മണിയോടെ വയനാട് സ്വദേശികളായ കോളേജിൽ സംഭവിച്ചതിലും ഭീകരമായിട്ടുള്ള പീഡനമുറകൾ അവിടെ നടക്കുന്നുവെന്ന് വ്യക്തമാകുന്നുണ്ടോ ഈ വാക്കുകൾ? കുട്ടി തന്നെ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ, പീഡനത്തെ തുടർന്ന് നേരത്തെ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യാശ്രമം വരെ നടത്തിയിരുന്നു വെളിപ്പെടുത്തുന്നുണ്ടല്ലോ കമൽ. അതെ, നേരത്തെ ഒരു പെൺകുട്ടി ഫിനോൾ ബാത്റൂം ക്ലീനർ എടുത്ത് കുടിച്ചതായാണ് ഈ പെൺകുട്ടി വെളിപ്പെടുത്തുന്നത്. ആ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം. നിരന്തരമായി കോളേജ് ചെയർമാൻ അനാവശ്യമായി ലേഡീസ് ഹോസ്റ്റലിലേക്ക് വരുന്നു. പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പോലും മോശമായ കമന്റുകൾ പറയുന്നു. അത്തരം ആരോപണ വെളിപ്പെടുത്തലുകളും ഈ പെൺകുട്ടി നടത്തുന്നു. മാത്രമല്ല വളരെ മോശമായ രീതിയിലാണ് നിങ്ങൾക്ക് ബോംബെക്ക് പോയിക്കൂടെ, പെൺകുട്ടികൾക്ക് അവിടെ വേറെ ജോലി കിട്ടും എന്നൊക്കെയാണ് പെൺകുട്ടികളോട് ഈ ചെയർമാൻ നിരന്തരമായി സംസാരിക്കാറ്. മറ്റൊരു കാര്യം, ചെയർമാനെ പോലെ തന്നെ അധ്യാപകരും വളരെ മോശമായ രീതിയിലാണ് പെരുമാറുന്നത് എന്നും ഈ പെൺകുട്ടികൾ പറയുന്നു. അവിടെ പഠനം അവസാനിപ്പിക്കാൻ അവിടെ നിന്ന് മാറാൻ ശ്രമിച്ചപ്പോഴും അതിന്റെ പേരിൽ വലിയ ഭീഷണികളാണ് ഉണ്ടായതെന്ന രക്ഷിതാക്കളും പറയുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ മാനന്തവാടി MLA ഇന്നലെ ഇടപെട്ട മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുത്തിട്ടുണ്ട്. രക്ഷിതാക്കളും പരാതി കൊടുത്തിട്ടുണ്ട്. ആശ്മി ശ്രീധരനും ചേരുന്നു. ശ്രീധരൻ, ഇത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി MLA-യുടെ മണ്ഡലത്തിലാണ് ഈ കോളേജ് ആണെന്നാണ് ധാരണ. എപ്പോഴാണ് ഈ കോളേജിൽ സാങ്കേതിക സർവകലാശാല രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നത്? ഇത്രമാത്രം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഈ ദിവസങ്ങളിൽ വരുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ? ഈ ടോം എന്ന് പറയുന്ന ആൾ കോളേജിലുണ്ടോ ഇന്ന്? ശ്രീധരൻ. ഹാഷ്മി, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും കൂടി അദ്ദേഹത്തിനെ ചെന്ന് കാണാൻ ശ്രമിച്ചിരുന്നെങ്കിലും അത് സാധിച്ചിരുന്നില്ല എന്നാണ് രക്ഷിതാക്കൾ നമ്മോട് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ ചില തിരക്കുകൾ, മീറ്റിംഗുകൾ കാരണം അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രശ്നത്തിൽ ഇടപെടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് രക്ഷിതാക്കൾ നമ്മോട് പ്രതികരിച്ചത്. ഇതുകൂടാതെ ഇന്ന് സാങ്കേതിക സർവകലാശാല രജിസ്ട്രാറുടെ നേതൃത്വത്തിലുള്ള സംഘം കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. നേരത്തെ ഈ കോളേജിലെ പീഡന വിവരങ്ങളും മറ്റും പരാതിയായി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്കും നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സാങ്കേതിക സർവകലാശാല അധികൃതർ തെളിവെടുപ്പിനായി കോളേജിലേക്ക് എത്തുന്നത്. ഇവിടെ വിദ്യാർത്ഥികളും പരാതി നൽകിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും നേരത്തെ തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ കോളേജ് അധികൃതർ ഇവിടെ ഉള്ളതായിട്ടുള്ള യാതൊരു സൂചനയും നമുക്ക് ലഭിക്കുന്നില്ല. നമുക്ക് കോളേജിനകത്തേക്ക് കയറാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കോളേജിൻ ഉള്ളിൽ അദ്ദേഹം ഉണ്ടോ, ടോം ജോസഫ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഞാൻ തിരികെ സംസ്ഥാന സെക്രട്ടറി ശ്രീ വിജിൻ ചേരുകയാണ്. ശ്രീ വിജിൻ, നമ്മൾ ഉത്തരേന്ത്യയിലെ ഏതോ വിദൂര ഗ്രാമങ്ങളിലെ കാര്യമല്ല പറയുന്നത്, നമ്മുടെ കോട്ടയത്തെ ഒരു കോളേജിലെ കാര്യമാണ് സംസാരിക്കുന്നത്. അവിടെ ഒരു ചെയർമാൻ ഉണ്ട് ആ കോളേജിന്. അദ്ദേഹം വിദ്യാർത്ഥിനികളുടെ ഹോസ്റ്റലിൽ രാത്രി ചെല്ലുന്നു.
നേരത്തെയൊക്കെ വിജിൻ സൂചിപ്പിച്ചതുപോലെ അത്യന്തം ഹീനമായ ഹറാസ്മെന്റ് കുട്ടികളോട് നടത്തുന്നു. കുട്ടികളുടെ മുഖത്തേക്ക് ഉപ്പ് കുറഞ്ഞു എന്ന് പറഞ്ഞ് സാമ്പാർ കോരി ഒഴിക്കുന്നു. ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾ. ഇത്തരത്തിൽ ഒരു കോളേജ് തുടർന്നു പോകുന്നത്